ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ശ്ലോകം 18, പേജ് നമ്പർ 683. ജ്യോതിഷാമപി തജ്ജ്യോതിസ്തമസഃ പരമുച്യതി ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. പദാനുപദം. സർവസ്യ സർവഭൂതങ്ങളുടെയും, ഹൃദി ഹൃദയത്തിൽ, വിഷ്ഠിതം അധിഷ്ഠിതമായി, ജ്ഞാനം ജ്ഞാനമായി, ജ്ഞേയം അറിയേണ്ടതായി, ജ്ഞാനഗമ്യം ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതായ, തത്ത് അത്, തമസഃ പരം തമസിന് സകലവിധമായ അന്ധകാരത്തിനും അതീതമായതും, ജ്യോതിഷാം അപി ജ്യോതിഃ എല്ലാ പ്രകാശകിരണങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണ്. വിവർത്തനം. അദ്ദേഹമാണ് സർവജ്യോതിസ്സുകളുടെയും സ്രോതസ്സ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടുന്നതും അറിവിൻ്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. ഭാവാർത്ഥം. പരമാത്മാവായ ഭഗവാനാണ് സൂര്യചന്ദ്ര നക്ഷത്രാദി സകല ജ്യോതിസ്സുകളുടെയും പ്രകാശത്തിനടിസ്ഥാനം. ഭഗവത് ജ്യോതിസ്സുള്ളതുകൊണ്ട് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ സൂര്യചന്ദ്രാദികളുടെ ആവശ്യമില്ലെന്ന് വേദസാഹിത്യങ്ങളിൽ കാണാം. ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ആത്മീയ തേജസ് ബ്രഹ്മജ്യോതി മഹത്തത്വമെന്ന ഭൗതിക പദാർത്ഥങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രകാശത്തിന് സൂര്യൻ, ചന്ദ്രൻ, വൈദ്യുതി എന്നിവയുടെ സഹായം നമുക്കാവശ്യമായി വരുന്നത്. ആധ്യാത്മിക ലോകത്തിന് ഇവയൊന്നും ആവശ്യമില്ല. അവിടുത്തെ പ്രഭാപൂരം കൊണ്ട് സർവവും പ്രകാശമാനമാകുന്നുവെന്ന് വൈദിക സാഹിത്യം ഘോഷിക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ സ്ഥിതി ഈ ഭൗതിക ലോകത്തിലല്ലെന്ന് വ്യക്തമാകുന്നു. അതിദൂരെയുള്ള പരവ്യോമത്തിലാണ് ഭഗവദ്ധാമമെന്നതും വേദങ്ങൾ സ്ഥിരീകരിക്കുന്നു. ആദിത്യവർണം തമസഃ പരസ്താത് എന്നിങ്ങനെ ശ്വേതാശ്വതരോപനിഷത്ത് 3.8 വർണ്ണിക്കുന്നു.
ആദിത്യനെ പോലെ ശാശ്വത തേജസ്വിയാണ് ഭഗവാൻ. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ തമസിൽ നിന്ന് വളരെ അകലെയാണ് അദ്ദേഹം. തൻ്റെ ജ്ഞാനവും ഇന്ദ്രിയാതീതം തന്നെ. ആത്മീയ ജ്ഞാനത്തിൻ്റെ സാരസത്തയാണ് ബ്രഹ്മമെന്ന് വേദോക്തിയുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിലെത്താൻ ആകാംക്ഷയുള്ളവർക്ക് സർവഹൃദയങ്ങളിലും വാഴുന്ന പരമാത്മാവ് ജ്ഞാനം നൽകും. ശ്വേതാശതരോപനിഷത്തിലെ ഒരു വേദമന്ത്രം 6:18 ഇതാണ്: താം ഹ ദേവം ആത്മബുദ്ധി പ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. മോക്ഷത്തിലിച്ഛയുള്ളവർ സ്വയം ഭഗവാന് സമർപ്പിതരാവുക തന്നെ വേണം. ഭൗതിക ജ്ഞാനത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അതും വൈദിക സാഹിത്യം സ്ഥിരീകരിക്കുന്നു. തമേവ വിദിത്വാദി മൃത്യുമേതി. അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ടേ ജനന മരണങ്ങൾക്കപ്പുറം കടക്കാൻ കഴിയൂ. ശ്വേതാശതരോപനിഷത്ത് 3:8. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരമനിയന്താവെന്ന നിലയിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അവിടുത്തെ എണ്ണമറ്റ കൈകാലുകൾ ഏതിടത്തുമുണ്ട്. വ്യക്തിഗത ജീവാത്മാവിനെപ്പറ്റി ഇത് പറയാനാവില്ല. അതുകൊണ്ട് ക്ഷേത്രജ്ഞർ 2 പേരുണ്ടെന്ന് സമ്മതിച്ചേ കഴിയൂ: വ്യക്തിഗത ജീവാത്മാവും പരമാത്മാവും. ജീവന് സ്വശരീരത്തിലാണ് കൈകാലുകൾ. പരമാത്മാവായ കൃഷ്ണൻ്റെ കൈകാലുകളാകട്ടെ എവിടെയുമുണ്ട്. സർവസ്യ പ്രഭുമീശാനം സർവസ്യ ശരണം ബൃഹത് എന്ന് ശ്വേതാശതരോപനിഷത്ത് 3:17. ആ പരമപുരുഷനായ ഭഗവാൻ പരമാത്മാവ് പ്രഭുവാണ്. സർവജീവികളുടെയും യജമാനനാണ്. തന്മൂലം അവയുടെയെല്ലാം ആത്യന്തികാശ്രയവുമാണ്. അങ്ങനെ പരമാത്മാവും ജീവാത്മാവും എക്കാലത്തും വ്യത്യസ്തങ്ങളാണെന്ന സത്യം അനിഷേധ്യമായി തീരുന്നു. ഹരേ കൃഷ്ണ.